ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഇന്നലെ ഇപ്പോൾ ഇതിൽ തന്നെയാണ്. ഇത് ഒരു ദിവസം എടുക്കുന്ന വീഡിയോ അല്ല, 2 ദിവസമായിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അതായത് ഇന്നലെ റബീഉൽ 12 3:30 4 മണി ആയിക്കണ്. ഇവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. പിന്നെ രാവിലെ തന്നെ ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ ഉറക്കക്ഷീണ കാര്യങ്ങളൊക്കെ, കാരണം ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഭയങ്കര ബിസി. ഞാൻ പറഞ്ഞല്ലോ, പാർസലിൽ ചെറിയ മിസ്റ്റേക്ക് വന്നതും കാര്യങ്ങളൊക്കെ തീർക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഉറക്കമില്ലാതെ പണിയെടുക്കണം. അതിൻ്റെ ഇടയിൽ നമ്മൾ യൂണിറ്റത്തെ കാര്യങ്ങൾ ഓരോരോ സെക്ഷനായിട്ട് നമുക്ക് നോക്കണം. അപ്പോൾ ഇങ്ങനെ നിങ്ങളെ മുന്നിക്ക് ഓരോരോ പുതിയ മോഡലായിട്ട് വരുന്ന സമയത്ത് നല്ല റിസ്ക് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഒഴിവ് കിട്ടുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യണത്, ഓർഡർ എടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമുക്ക് പർച്ചേസിങ്ങിന് പോകേണ്ട സമയത്ത് നമുക്ക് പർച്ചേസിങ്ങിന് പോകണം. പിന്നെ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നലെ വീഡിയോസിൽ കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു, നിങ്ങൾ രക്ഷപ്പെട്ടമാർ ഞങ്ങൾക്കും രക്ഷപ്പെടണം, ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കടം തരുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. അതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ നമ്മൾ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. കാരണം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് നല്ല എല്ലാവരും മാഷാ അല്ലാഹ് എടുത്ത് കിട്ടിയ ആൾക്കാർ, ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നെ ഒരുപാട് നമ്മൾ പാക്കിങ്ങിൻ്റെ വരുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ഫുള്ള് നീർത്തി നോക്കിയിട്ടല്ല നമ്മൾ പാക്ക് ചെയ്യണത്. കാരണം അറിയാമല്ലോ, അത്രയും നീർത്തി നോക്കാനും നമ്മൾ ഓർഡർ എടുക്കണ, പോസ്റ്റ് ഓഫീസിൽ പോകണ, സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം ഒക്കെ ഞാൻ തന്നെ ആയതുകൊണ്ട് ചിലപ്പോൾ അപ്പോൾ ചെറിയ ഡാമേജ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റി തരുന്നതാണ്. കാരണം 1-2 ആൾക്കാർക്ക് കിട്ടി നമ്മൾ അത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം കേട്ടോ. കാരണം എന്നാലേ നമുക്ക് ഒരു ഇതുണ്ടാവുകയുള്ളൂ ഇനി നിങ്ങളെ മുന്നിലേക്ക്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് സാറ്റിനും ഇത് വേണം. അപ്പോൾ ഒരു 4-5 ആൾക്കാർ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് 5 ആൾക്കാരായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു, ഞങ്ങൾക്ക് സാധനം ഇറക്കി തരുമോ, ഞങ്ങൾ സെയിലാക്കി തന്നിട്ട് ഇതാക്കി തരാം. ഞാൻ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ഞാനിന്ന് സാധനം കാണിക്കുള്ളൂ. അത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കൊറോണൻ്റെ മുന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കീഴിൽ ഇതേപോലെ ഒരു 7 ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ അവരെന്നോട് പറഞ്ഞതായിരുന്നു, ഞങ്ങൾക്ക് സാധനം ഇറക്കി തന്നാൽ ഞങ്ങൾ സെയിലാക്കി തരാം. ആ സെയിലാക്കി തരാൻ പറഞ്ഞു. കൊറോണ വന്നു. ഇന്നും അതിൽ 3-4 ആൾക്കാരുടെ ഡീറ്റെയിൽസ് അവരെനിക്ക് പൈസയും തന്നിട്ടില്ല, എൻ്റെ സാധനവും തന്നിട്ടില്ല. അവിടെ ഒന്ന് ഞാനിതായതാണ്. അപ്പോൾ ഇനി ഞാൻ അങ്ങനെ ചെയ്യാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഇനി ആ പരിപാടിക്ക് ഇല്ല. റെഡി ക്യാഷ് തന്നാൽ നമുക്ക് സാധനം തരാം. പിന്നെ 2ാമത്തെ കാര്യം, നിങ്ങൾ എവിടുന്ന സാധനങ്ങൾ എടുക്കണ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ജോസ് സ്റ്റോൾസ് വീഡിയോ വന്ന അന്ന് മുതൽ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് പാലക്കാട് എത്തി അവിടുന്ന് എങ്ങനെ പോകണം, കോഴിക്കോട് എത്തി അവിടുന്ന് എങ്ങനെ പോകണം, നമ്മൾ ഇവിടുന്ന് കൽപ്പറ്റയിൽ നിന്ന് എടുക്കലുണ്ടായിരുന്നു, അവിടുന്ന് എങ്ങനെ പോകണം ചോദിച്ചിട്ട് വിളിച്ചവർ എല്ലാവർക്കും ഞാൻ അഡ്രസ്സ്, കാര്യങ്ങൾ, സ്ഥലം, പേര്, ലൊക്കേഷൻ അടക്കം ഇന്നിയും കട അടക്കം പറഞ്ഞു കൊടുത്തിട്ട് കൽപ്പറ്റത്ത് ആയിട്ടുള്ള ഞാനുമായിട്ടുള്ള ഇടപാട് തീർത്ത് തന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മൾ നിങ്ങളങ്ങനെ ഓൽക്ക് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ ഓൽക്ക് റേറ്റ് കമ്മിയാക്കി കൊടുക്കുന്നുണ്ട്, ഇവർക്ക് റേറ്റ് കമ്മിയാക്കി കൊടുക്കുന്നുണ്ട് ആളും ഞാൻ അയച്ച് ഇടപാട് തീർത്തു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് തരുന്നതും ഓൽക്ക് കൊടുക്കുന്നതും സെയിം റേറ്റാണ്. നമ്മൾ ലാഭം കുറച്ച് കച്ചവടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അതേ സംഭവം ഇവിടെ 2-3 കടയിൽ നമുക്ക് പാര പണിതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണില്ല. ഇപ്പോൾ ഒരാൾക്കും ഞാൻ ഞാൻ ആ മെസ്സേജിന് റിപ്ലൈ കൊടുക്കലില്ല സത്യത്തിൽ. കാരണം എന്തിനാ ഞാൻ എൻ്റെ കഞ്ഞിയിൽ പൂയി വാരിയിടണത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 കടയിൽ പോവാറുണ്ട്. ഇവിടുന്നാണ്, കാരണം എൻ്റെ ഈ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കും, ഇവിടെ നിന്നാണ് സാധനം എടുക്കണത് എന്നൊക്കെ ചോദിച്ച് കടയിൽ ചെല്ലാറുണ്ട്. പക്ഷെ നമ്മൾ കടൻ്റെ പേര് കാര്യങ്ങൾ എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങളെടുത്തോളി, നിങ്ങൾക്ക് നിങ്ങളെ വരുമാനം നിങ്ങൾ എടുത്തു വെച്ചിട്ട് എൻ്റെ വരുമാനം മുട്ടൊന്നുമില്ല. എനിക്കുള്ള ഏകീകണത് എവിടെ നിന്നാണ് വെച്ചാൽ അത് ആ വൈക്ക കൂടി അങ്ങനെ വരും, നിങ്ങൾക്ക് ഏകീകണത് എവിടെ നിന്നാണ് വെച്ചാൽ അത് ആ വൈക്ക കൂടി അങ്ങനെ വരും. പക്ഷേ എനിക്ക് തരുന്ന റേറ്റും നിങ്ങൾക്ക് തരുന്ന റേറ്റും സെയിം ആണ്. എനിക്ക് പ്രത്യേകിച്ചിട്ട് ഒരു റേറ്റ് കമ്മിയാക്കി തരണമൊന്നുമില്ല. അപ്പം അത് കാരണം 1-2 കടകളിലായിട്ട് ചെറിയൊരു അവിടെയും ഇതുണ്ടായി. ഞാൻ റേറ്റ് കമ്മിയാക്കി കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ ഒരു മനുഷ്യനോടും ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന കടയിൽ നിന്നാണ് സാധനം എടുക്കുന്നത്, ഇന്ന കടയിൽ നിന്നാണ് സാധനം എടുക്കുന്നത്, ഇന്ന ഇവിടുത്തെ പോയാൽ കിട്ടും, അവിടെ പോയി തിരഞ്ഞാൽ കിട്ടും എന്നൊക്കെ പറഞ്ഞു കൊടുക്കലുണ്ട്. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ 2 കാര്യത്തിന് നിങ്ങൾ ഇനി എത്ര ഇന്നെ നിർബന്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ കഞ്ഞിയിൽ പൂയി വാരിടാൻ ഞാൻ ഇനി റെഡിയല്ല. കാരണം ഇവിടെ ഉപ്പാനോട് ചോദിച്ചാൽ അറിയാം, ഇവിടെ വരുന്ന
ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്. ചില ആൾക്കാരോട് ചോദിക്കും ഞങ്ങളുടെ കൂടെ പോരും, അത് ഞാൻ ചെയ്യാറില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്, ഫ്രീഡം ഉണ്ട് പോവാന്. കാരണം എന്താ വെച്ചാൽ ഞാൻ ആ യാത്രകളിലാണ് എൻ്റെ സങ്കടങ്ങളൊക്കെ ഞാൻ കരഞ്ഞു തീർക്കണ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഹെഡ്സെറ്റും വെച്ച് പാട്ടും കേട്ട് എനിക്ക് ഒറ്റയ്ക്ക് റിലാക്സ് ചെയ്ത് പോവാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചെയ്യാറില്ല. അപ്പോൾ ഈ 2 കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഈ 2 കാര്യം ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, നിങ്ങൾ രക്ഷപ്പെടണം ഞാനും രക്ഷപ്പെടണം. അതുകൊണ്ടാണ് ഞാൻ ജോസ് ടോൾസ് കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ എന്ത് ചെയ്യല്, എന്നോട് ചോദിച്ച ആൾക്കാർ നമ്മളെ കടയിൽ അത് ചോദിക്കാനായിട്ട് വന്ന് 1/4 മണിക്കൂർ സമയം ഇരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ വഴി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളെ കഞ്ഞിയിൽ പോയി വാരിടുന്ന പരിപാടിക്ക് ഇനി കൂട്ടു നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പം ഞാൻ ആ 2 കാര്യത്തിന് ഞാൻ മറുപടി പറയാറില്ല. നിങ്ങൾക്ക് എത്ര സാധനമാണ് വെച്ചാൽ അത്രയും റേറ്റ് കമ്മിയാക്കിയിട്ടാണ് ഇപ്പം ഞാൻ സാധനം കൊടുക്കുന്നത്. ഇത് കുറച്ച് കൂടുതൽ 6 മിനിറ്റോളം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് പറയാതെ കാരണം ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പം ഈ വരുന്ന ആൾക്കാർക്ക് ഞാൻ ആർക്കും റിപ്ലൈ കൊടുക്കാറില്ല. അതുകൊണ്ടാണ്. പിന്നെ ഫ്രോക്ക് മാക്സി നിങ്ങൾക്ക് എന്താ റേറ്റ് കമ്മിയാക്കി തന്നൂടെ എന്ന് ചോദിച്ചു. ഫ്രോക്ക് മാക്സി നമ്മൾ 3/4 സ്ലീവിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം അതിന് ഇറക്കം വേണം. പിന്നെ പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ നിങ്ങൾ പറയണ മാതിരി ഇതിപ്പോൾ ഒരു യൂണിറ്റ് ആയിരിക്കും, ഒരു ബണ്ടിൽ സാധനം വരുന്നു, ആ ബണ്ടിൽ അവർ ഓരോരുത്തർക്ക് കട്ട് ചെയ്ത് കൊടുക്കണു. അങ്ങനെ കൊടുക്കുമ്പോൾ റേറ്റ് കമ്മിയാക്കിയിട്ടാണ്. പക്ഷേ അവിടെ ഉള്ള ആൾക്കാർക്ക് ചെയ്യണം. പക്ഷെ ഞാൻ ഇവിടെ ഉള്ള ആൾക്കാർക്ക് അത്യാവശ്യം ഒരു കഫ്താൻ അടിക്കുകയാണെങ്കിൽ 60 രൂപ റേറ്റിൽ ആണ് ഞാൻ കൊടുക്കുന്നത്. കൈയുള്ളീന് അല്ലെങ്കിൽ 50 രൂപ, ഫ്രോക്ക് അടിക്കാൻ അതിൽ കൂടുതലാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ റേറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം, കാരണം എന്താ വെച്ചാൽ എൻ്റെ കീഴിൽ നിൽക്കണ അവർ ഇന്നെ കണ്ടിട്ട് എനിക്ക് ജോലി ചെയ്ത് തരുന്നുണ്ടെങ്കിലും അവർക്ക് അത്യാവശ്യത്തിനുള്ള അത് കൊടുക്കണം. കാരണം ഇപ്പോൾ പണ്ടത്തെ 15 ഉറുപ്പ്യ കൊടുക്കണം വെച്ചിട്ട് ഇപ്പോഴും ആ 15 ഉറുപ്പ്യ കൊടുത്തിട്ടല്ല ഞാൻ അടിക്കണത്. ഞാൻ റേറ്റ് കൂട്ടിയിട്ട്, കാരണം ഓർക്കും ആ അടിച്ച് തരുന്ന ആൾക്കാർ നമുക്ക് ചിരിച്ചുകൊണ്ട് തരണം ആ സാധനം. കാരണം താത്തത് സെയിലാക്കിയിട്ട് വേഗം ഞങ്ങൾക്ക് ഇനി അടിച്ചാൻ കൊടുന്ന് തരണം എന്നുള്ളതിൽ. കാരണം നമ്മൾ ലോഡ് കണക്കിന് അവിടെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുക, 15 ഉറുപ്പ്യക്ക് അടിച്ചു തരുമെന്ന് പറഞ്ഞാൽ അത് ലോങ് സ്റ്റിച്ചിൽ അങ്ങനെ ഒരു അടിച്ചു തരില്ല. നല്ല നീറ്റിൽ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള കൂലി ഓർക്കും കൊടുക്കണമല്ലോ. അപ്പോൾ 2 കൂട്ടരും മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളതിലും. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ ഫ്രോക്ക് മാക്സിക്ക് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് സ്റ്റിച്ച് ചെയ്യാൻ. കഫ്താനും ഞാൻ പറഞ്ഞല്ലോ നല്ല റേറ്റിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, അല്ലാതെ 15-20 കൊടുത്തിട്ടൊന്നുമല്ല നമ്മൾ ചെയ്യിക്കണത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ റേറ്റ് കാര്യങ്ങൾ ഉണ്ടാകും. അല്ലാതെ ഞാൻ മുഴുവൻ കുറഞ്ഞ റേറ്റിൽ 10-15 ഉറുപ്പ്യക്ക് അടുപ്പിച്ചിട്ടാണ് ഞാൻ കൂടുതൽ റേറ്റ് വാങ്ങി വെക്കണമൊന്നുമില്ല. അപ്പോൾ ഇത് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ട് കൊടുക്കാനും അത് എടുത്ത് കൊണ്ടുവരാനും എല്ലാത്തിനും പോവും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ ഇത് പറഞ്ഞിട്ട് തരണം എന്നുള്ളതിലാണ് ഞാൻ എന്ത് ചെയ്തണം. കഫ്താൻ ഇന്ന് ഞാൻ സ്റ്റാറ്റസ് കണ്ട് ഓർഡർ എടുക്കൂല പറഞ്ഞു. കുറേ ആൾക്കാർ അറിയും 390 പറയുമ്പോൾ 390 അത്യാവശ്യം നല്ല ഫ്രില്ല് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് അടിച്ചു വന്നതാണ് കേട്ടോ, ഈ ഫ്രോക്ക് അടിച്ചു വന്നതാണ്, അല്ല ഇത് കഫ്താനാണ്. അത് കഫ്താനാണ്, ഇത് ഫ്രോക്കാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇതിൻ്റെ വീഡിയോസ് വരും. ഇതാണ് കയ്യിന് സ്ലീവിന് കണ്ടില്ലേ, കൈ 3/4 സ്ലീവ് വരുന്നുണ്ട്. അത് ജോയിന്റ് കൊടുത്തിട്ടല്ല ഇതൊന്നും എടുത്തിട്ടുള്ള ഒരു പഫ് സ്ലീവാണ്. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽ നമ്മൾ കാണണം അതുമെന്ന്. ഇതാണ് കേട്ടോ. പിന്നെ ഈ അരക്ക് കെട്ട് വരിക, ഇതൊക്കെ ഒരു എക്സ്ട്രാ പണിയാണ്, എക്സ്ട്രാ പണി വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ റേറ്റ് നമുക്ക് ഒരു സ്റ്റിച്ചിങ്ങിന് ഒരു കൂടും. ഒരു പണി കൂടുന്നിടത്തോളം സ്റ്റിച്ചിങ്ങിൻ്റെ റേറ്റും കൂടും. പിന്നെ ഫ്രില്ല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാക്കണം, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫ്രില്ലും കൊടുത്തിട്ട് നല്ല ഇതിൽ തന്നെ ചെയ്ത് കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെതായ നിങ്ങൾക്ക് എന്താ ഈ ഇത് സാധനം 250 തന്നൂടെ ചോദിച്ചു. 250 ഈ സാധനം എനിക്ക് മുതലാവില്ല. അപ്പോൾ ആവശ്യമുള്ളവരെടുത്താൽ മതി. 250 എനിക്കൊരു കടക്കാർ തന്നിട്ടുണ്ടായിരുന്നു. അത് ഫ്രില്ലില്ല, ഇങ്ങനെ ഇവിടെ മാത്രം ഇതാച്ചിട്ട് ഞാനത് ഡിസ്കൗണ്ട് സെയിലിൽ 280 വിറ്റു. പിന്നെ പോവാതായപ്പോൾ ആർക്കും വേണ്ട ആ സാധനം, ആർക്കും വേണ്ട പറഞ്ഞാൽ ആർക്കും വേണ്ട. അപ്പം ഞാൻ എന്ത് ചെയ്തു ആ സാധനം 200 റുപ്യക്ക് വിറ്റ് ഒഴിവാക്കിയപ്പോൾ എല്ലാവർക്കും വേണം. ഇപ്പം ആ സാധനം ചോദിച്ചിട്ടാണ്. കാരണം അത് ഓൽക്ക്
ഓരോരുന്ന് ഞാൻ റെഡി കാശ് കൊടുത്ത് ഓരോരുന്ന് ക്യാഷ് കൊടുത്ത് വാങ്ങി. എനിക്ക് സാധനം പോയപ്പോൾ എനിക്ക് പോവാതായപ്പോൾ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. എനിക്ക് 200 എനിക്ക് വിറ്റ് ഒഴിവാക്കിയല്ല, നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ആ പൈസക്ക് ഞാൻ തന്നു. അപ്പോൾ ഇത് 350 60 ലെങ്ത്തിലാണ് ഇതാകണം. 60 ലെങ്ത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ എന്നാല് ഇതാകണം. 60 ഈ മൂലക്ക് എന്നാലും വരില്ല. 60 ലെങ്ത്തിലാണ് ചെയ്തിട്ടുള്ളത്. സ്ലീവ് ഇതാക്കണ 3/4 സ്ലീവ്. ഇപ്പം ഞാൻ ഇന്ന് ഇട്ട വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഇതാക്കണം 3/4 സ്ലീവ് കഫ്താനാണ്. ഇത്രയും സ്ലീവ് വരുന്നുണ്ട്. നമ്മൾ മറ്റേത് ഫുള്ള് ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞു അതിട്ടിട്ടൊരു ബോറുണ്ട്, അങ്ങനെ ഉണ്ട്, പക്ഷെ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി എന്നൊക്കെ. അപ്പം നമ്മൾ ഇപ്രാവശ്യം എന്ത് ചെയ്തിട്ടുള്ളത് ഇത്. പിന്നെ ഈ സ്ലീവ് ഉള്ളത് നിങ്ങൾ കാണിച്ചിട്ടില്ലല്ലോ പറഞ്ഞാൽ നമുക്ക് ഇത് വീഡിയോ ചെയ്യാതെ തന്നെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് പോണുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് 3-4 അടുത്ത് സ്റ്റിച്ചിങ്ങിന് ആൾക്കാരുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. സ്റ്റിച്ച് ഞാൻ തുണി കണ്ട് എടുത്തതല്ല. ഈ സെയിം തുണിയിൽ നമുക്ക് പാലക്കാട് നിന്ന് അടിച്ചു വന്നിട്ടുണ്ടായിരുന്നു ജംബോ മാക്സി. പക്ഷെ ആ തുണി നല്ലതായിരുന്നു. സെയിം പ്രിന്റിൽ കണ്ടപ്പോൾ ഞാൻ ഈ തുണി എടുത്തു പോയതാണ്. പക്ഷെ ഇത് പ്യുവർ കോട്ടൺ എന്ന് പറഞ്ഞാൽ പ്യുവർ കോട്ടൺ മാക്സിയാണ്. അപ്പോൾ ചിലപ്പോൾ ചുരുങ്ങാൻ സാധ്യത ഉണ്ട്. പറയാൻ കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ചുരുങ്ങാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വീതി വന്നിട്ട് അത് ഞാൻ പറഞ്ഞുതരാം. ജംബോ സൈസ് പാകാച്ചാൽ എനിക്ക് 3XL ആണ് സൈസ്. പക്ഷെ എനിക്ക് പാകമാണ്. വേണമെങ്കിൽ ഇനി വീതി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റിച്ച് ഒന്ന് കഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് 27 ഇഞ്ച്. 27 ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത്. 27 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഒരു കളർ ഇതാണ് കേട്ടോ. അപ്പോൾ തന്നെ ഒരുപാട് സമയമായി. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ആരോടും ദേഷ്യമില്ല ഇതൊന്നുമില്ല. കാരണം ഇങ്ങനെയൊക്കെ പണി തരുമ്പോൾ നമുക്ക് എവിടുന്ന് റേറ്റ് കുറച്ചിട്ട് കിട്ടണില്ല. അപ്പോൾ ഇത് രണ്ടാമത്തെ കളർ വരുന്നത് ഞാൻ പറഞ്ഞത് പ്യുവർ കോട്ടൺ ആണ്. ചിലപ്പോൾ ഇതിന് സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. അവർ നമ്മളോട് പറഞ്ഞു, നമ്മൾ നിങ്ങളോട് പറയണം. ഇതാണ് കമ്പനിക്കാർ നമ്മളോട് ചുരുങ്ങൂല എന്ന് പറഞ്ഞിട്ടാണ് തുണി തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ പ്യുവർ കോട്ടൺ ആണ് താത്താന്ന് സ്റ്റിച്ച് ചെയ്ത് ആൾക്കാർ പറഞ്ഞു കേട്ടോ. അപ്പോൾ സ്ലീവ് കണ്ടില്ല ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ്. ഇവിടെ ജോയിന്റ് ആണ് കേട്ടോ, കാണുമൊന്നുമില്ല. അപ്പോൾ രണ്ടാമത്തെ കളർ വന്നിട്ട് ഇതാണ്. പിന്നെ അങ്ങനെ ഇതാട്ടോ സ്ലീവ് കണ്ടില്ലേ. അപ്പം നമ്മൾ ഇതിൻ്റെ വീതിയുള്ള തുണി തെരഞ്ഞ് പിടിച്ച് കൊടുന്ന് സ്റ്റിച്ച് ചെയ്ത് ഒക്കെ വരുമ്പോഴത്തേന് അത്യാവശ്യം ചാർജും കാര്യങ്ങളൊക്കെ ആവും. ഇതിന് പച്ചെണ്ണയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ തേക്കാത്തിന് നമ്മൾ ബ്ലാക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇതിന് ഗ്രീൻ തന്നെയാണ്. ഇതിൻ്റെ സൈഡും അങ്ങനെ അറിയില്ല. അപ്പോൾ ഇട്ടാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നല്ല രീതിക്ക് നിൽക്കുന്നുണ്ടെന്ന് ഇപ്പോൾ സ്റ്റാറ്റസ് കണ്ടപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു. അപ്പോൾ 350 പ്ലസ് കൊറിയർ ചാർജ് വരും. ഇതാട്ടോ, ഇതാണ് അടുത്തത് വരുന്നത്. പിന്നെ ഇതാകട്ടോ കട്ടാന് ബാക്കും. ഇതിന് ബാക്കില്ല അല്ലേ, ഇതിന് ബാക്കില്ല, ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ സിബും വരുന്നുണ്ട് കേട്ടോ. 350 വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കുറഞ്ഞ റേറ്റിലല്ല ചെയ്യിക്കുന്നത്, റേറ്റ് കൊടുത്തിട്ട് ചെയ്യിക്കുന്നത് കാരണം നമുക്കും അവർക്കും നഷ്ടം വരരുത്. കാരണം അവർ മെടങ്ങാറ മെഷീൻമേൽ ഇരിക്കണവർക്കറിയാം എത്രത്തോളം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. അപ്പം നമുക്ക് ചിലപ്പോൾ 10, 20, 25 കഫ്താൻ 25, 20 കൊടുത്താൽ അങ്ങനെ അടിച്ചു കിട്ടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ പറയുന്ന ഏത് മോഡലും നമുക്ക് ആ രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. ഇതാണ് കണ്ടില്ലേ, ഇതിൻ്റെ ഇതൊക്കെ നല്ല അടിപൊളി നീറ്റിൽ തന്നെ ചെയ്തിട്ടുള്ളത്. പക്ഷെ തുണി പ്യുർ കോട്ടൺ ആണ്, ഇടാൻ സുഖമായിരിക്കും. ഇതാട്ടോ 27 ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഇതാക്കണം. പിന്നെ ഇതിൻ്റെ സ്ലീവ് നമ്മൾ ഇവിടെ ഒന്ന് ഡിസൈനാക്കി കൊടുത്തതാണ് കേട്ടോ. കണ്ടില്ലേ, ഇതിനിങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഒന്നിനായിട്ടുണ്ടാവുള്ളൂ തോന്നുന്നു കേട്ടോ. അതാ ഇനി എല്ലാത്തിനും അങ്ങനെയാണോ? കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും തികയാതെ വരുമ്പോഴേ
എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കയ്യിനെ കണ്ടില്ലേ ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കേട്ടോ സെയിം അങ്ങനെ അറിയൊന്നുമില്ല. അല്ല അങ്ങനെ അറിയൊന്നുമില്ല, അതൊരു ഇതായിട്ട് ചെയ്തതാണ്. പിന്നെ ബ്ലൂവിന് റെഡാണല്ലേ കൊടുത്തിട്ടുള്ളത്. ലേസ് ഇല്ലാത്തതുകൊണ്ട് ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതാകണ. അപ്പോൾ ഞാനിട്ടൊരു സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു. ഇതാണ് 3/4 സ്ലീവ് വരുന്നുണ്ട്. ഒരുപാട് സ്റ്റാറ്റസ് കണ്ടിട്ട് ഒരുപാട് മെസ്സേജ് ഞാൻ ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് പറയല്ലാതെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ്. ഗ്രീന് ഇതാട്ടോ, ഗ്രീനിന് റെഡാണ് കൊടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് ബ്ലാക്ക് ലേസ് കിട്ടാൻ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഇത് അടുത്ത് ഇത് സാധാ കഫ്താനാട്ടോ. ഇത് കൈയില്ലാത്ത 60 കഫ്താനാണ്. ഇത് കൈയില്ല കേട്ടോ, ഇതിന് കൈ വന്നിട്ടില്ല. ഇത് ചിലപ്പോൾ ഒരു പീസായപ്പോൾ കൈ എന്താ അറിയില്ല, അതിൻ്റെ വേറെ അതൊരൊറ്റ പീസുള്ളൂ തോന്നുന്നു. അത് 60 അങ്ങനെ അടിച്ചിരിക്കണം. പിന്നെ അടുത്തത് വന്നിട്ട് ഇതാട്ടോ, ഇതും അങ്ങനെ തന്നെയാണ്. 60 കൈയില്ലാത്തതാട്ടോ. ഈ ഒരു പീസ് കൈയില്ല. ഇതിന് കൈയുണ്ടെന്ന് വിചാരിച്ചു പറയരുത്, കൈയില്ല. ഇതിന് കൈയില്ല, നോക്കട്ടെ കേട്ടോ. ഇതിനൊക്കെ കൈയുണ്ട്, ഇതിന് കൈയുണ്ട്. ഇത് പ്രിന്റ് മാറി കേട്ടോ. അപ്പൊ ഇതിന് ഇത് പ്രിന്റ് മാറി. ചുവപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അടുത്തത് വരുന്നത് ഇതിന്റെ ബ്ലൂ ആണ്. ഇതിന്റെ ബ്ലൂ ആണ് കേട്ടോ. അപ്പൊ 350 രൂപയാണ് റേറ്റ് വരുന്നത്. 60 ലെങ്ത് വരുന്നത്. സ്ലീവും ഉണ്ട്. അപ്പൊ ഇതാണ്. ഒരുപാട് ആൾക്കാർ ഞാൻ ഒന്ന് വീട്ടിൽ പോയി. അപ്പൊ ഇതിന് ഇത് കൊടുന്ന് വെച്ചിട്ട് ഞാൻ കൊടുന്ന് വെക്കാനെ ഞാനൊന്ന് ഇട്ട് നോക്കി. എനിക്കൊന്ന് എടുക്കാൻ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനൊന്ന് എടുത്തിട്ട് ഇട്ടു. അപ്പൊ ശാലു വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ അതേ പിന്നെ കുറേ മെസ്സേജ് എന്തെങ്കിലും വന്നത് അതിൽ ഓർഡർ എടുക്കൂല എന്നുള്ളത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ട് ലിങ്ക് തരി ഞങ്ങൾ ഈ വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാണാൻ. അപ്പൊ ഞാൻ വേഗം പോന്നു. അപ്പൊ ഇനി കാണിക്കാൻ പോണത് സാറ്റിൻ മെറ്റീരിയലില് നമ്മളെ നെക്ക് സിബ് ഇല്ലാത്ത കഫ്താനാണ് കേട്ടോ. ഇതും ഞാൻ സ്റ്റാറ്റസിൽ കൊണ്ടുവരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഓർഡർ തരാറുണ്ടായിരുന്നു. അപ്പോൾ ഇത് സൈസ് 56 ആണ് ഇത് വരുന്നത്. ഇനി ഇത് കൈയുള്ളത് ആർക്കെങ്കിലും വേണമെങ്കിൽ അടി കട്ട് ചെയ്താൽ മതി കേട്ടോ. 56 ഇതാണ്. ഇതിന് സിബ് വരുന്നില്ല. ഇതിന് ബാക്കും ഫ്രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്. പിന്നെ അത്യാവശ്യം തടി ജംബോ സൈസാണ് കേട്ടോ. ജംബോ സൈസാണ്. ഇനി അതല്ല, ഇത് നിങ്ങൾക്ക് തടി ഇല്ലാത്ത ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റിച്ച് ഇപ്പുറത്തേക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് കേട്ടോ ഒന്ന് വരുന്നത്, ഒരു പ്രിന്റ് വരുന്നത്. അത് 56 ഇത് 52 കേട്ടോ. കണ്ടില്ല, ജംബോ സൈസാണ്. 52 ഇത് വരുന്നത്. സാറ്റിനാണ് കേട്ടോ മെറ്റീരിയൽ. സാറ്റിൻ പറഞ്ഞാൽ നല്ല ഇടാൻ സുഖമുണ്ട് കേട്ടോ. ഞാൻ 1-2 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് സൈസ് വരുന്നത് 58 58 ജംബോ ആണ്. 58 ജംബോ സൈസാണ്. ഇത് വരുന്നത് 60 60 ലെങ്തില് ജംബോ സൈസാണ് കേട്ടോ. 60 ലെങ്തിലാണ് ജംബോ വരുന്നത്. ഇത് വരുന്നത് 60 ലെങ്തിൽ വരുന്നതാണ് കേട്ടോ. ഇത് 60 ലെങ്തിൽ വരുന്നതാണ്. അപ്പൊ ഇതിന്റെ പ്രിന്റ് ഇങ്ങനെയാണ് കേട്ടോ. ഇട്ടാൽ ഇങ്ങനെ ഒതുങ്ങി. നമ്മൾ ബനിയൻ ക്ലോത്തിന്റെ ഒക്കെ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ
നൈറ്റിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാനൊക്കെ സൂപ്പറാണ് കേട്ടോ. ഇത് നല്ല ഒരു ഇത് 56 കേട്ടോ ലെങ്ത് വരുന്നത്. 56 ലെങ്ത് വരുന്നത് കേട്ടോ. എൻ്റെ കണ്ടില്ലേ, ഇത് 60 ലെങ്ത് വരുന്നത്. 60 ജംബോ ആണ്, ഒക്കെ ജംബോ ആണ് കേട്ടോ. സാറ്റിനൊക്കെ വരുന്നത് ജംബോ സൈസ് ആണ്. അപ്പോൾ ഇതാട്ടോ 60 കേട്ടോ. ഇതിന്റെ നെക്ക് ഇങ്ങനെ വന്നിട്ടുള്ളത് വീനക്കാണ്. സിബ് വരുന്നില്ല കേട്ടോ, സിബ് വരുന്നില്ല. ഇത് 52 കേട്ടോ വരുന്നത്. 52 ജംബോ ആണ് വരുന്നത്. 52 ജംബോ സൈസ് ആണ് വരുന്നത്. ഇതിന്റെ നെക്ക് കണ്ടല്ലേ. ഹോ, ഇതൊക്കെ നേരത്തെ കഴിയുമ്പത്തിന് ഞാന് അപ്പൊ ഇത് 56 വരുന്നത്. 56 കേട്ടോ. ബ്ലാക്കിലാണ്, യെല്ലോ ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയൊരു പാർട്ടി വെയർ ലുക്കൊക്കെ ആയിട്ട് തോന്നുന്നു എന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറയും രസമുണ്ടോ എന്നുള്ളത്. ഇതാടോ, ഇത് സൈസ് 52 അപ്പൊ ഇത് 52 2 ഉണ്ട് കേട്ടോ. ഒറ്റ കുട്ടികളുണ്ടെങ്കിൽ ഒന്നും. ഇത് 60 കേട്ടോ. ഓ, ഇതൊരു കളർഫുള്ളാണ് കേട്ടോ, കണ്ടല്ലേ. ഇത് 60 ഇത് 60 ഇത് നേരത്തെ നമ്മൾ കാണിച്ചതിന്റെ 56 കേട്ടോ. 56 ഇതുമ്മ സൈസ് എഴുതിയിട്ടില്ല. അതാ ഇത് 60 കേട്ടോ. 60 ഇത് 60 നല്ല ചെമ്പരത്തി പൂവാണ്. ഇത് കണ്ട ചെമ്പരത്തിന്റെ വരില്ലേ. 60 ഇത് 56 ജംബോ ആണ് കേട്ടോ. 56 ജംബോ ആണ്. നല്ല സൂപ്പർ കളർഫുള്ളാണ്. ഒരു പുതിയ അപ്പളിനോട് കളർഫുൾ ഒരു ഫോട്ടോ അയക്കാൻ പറഞ്ഞപ്പോൾ കളർഫുൾ ഷർട്ട് ഇട്ട് ഫോട്ടോ അയച്ചു കൊടുത്തരണം വരി. ഇത് എങ്ങനെയാണ്? ഇതും 60 കേട്ടോ. ഇതും 60 കണ്ടല്ലേ. ബട്ടർഫ്ലൈ ആണ്, ബട്ടർഫ്ലൈ. 60 ഇത് ഞാൻ നേരത്തെ നിർത്തി തോന്നണോ, നിർത്തിക്കണോ. ഇത് 60 60 സാറ്റിനിൽ ജംബോ ആണ്. ജംബോ കഫ്താൻ ജംബോ കഫ്താൻ എന്നാണ് നമ്മൾ ചെയ്തിരുന്നല്ലേ. ഇത് 56 തോന്നുന്നത്. ഇതും 60 അപ്പൊ ഇതില് അറബിയില് ഈ കളർ ഇഷ്ടമാതിരി ഉണ്ട്. ഇതും 60 കേട്ടോ. ഇതിലൊന്നും ഞാൻ എടുത്തുക്കണം കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പറഞ്ഞാല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലം. താമരയും കോളാമ്പിയൊക്കെ ഉണ്ട് തോന്നണം, കാണല്ലേ. അപ്പൊ 350 രൂപയാണ് റേറ്റ്. എന്തെങ്ങനെ കൂടി ചോദിച്ചാൽ റേറ്റ് ഞാൻ കൂട്ടിയതല്ല, കാരണം തന്നെ കൂടിയതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്റ്റിച്ചിങ്ങിന് കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം ഇതിൽ കൊടുത്തിട്ടാണ് ഇത് ചെയ്യിക്കണത്. ഇതും 60 തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ ഇവിടെ ചെറിയൊരു സംഭവം ഉണ്ട്. ഇത് പിന്നെ കളർഫുൾ ആണോ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എന്താന്നാ ഇത് പറയുക. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് 60 സൈസ് വരുന്നത്. ഇത് കണ്ടില്ലേ, ഇതിന്റെ നെക്ക് സൂപ്പറാണ് നോക്കണേ. ഈ ചുവപ്പില്ലേ, ഇത് ശരിക്കും പുറത്തേക്കൊക്കെ ഇടാം കേട്ടോ. അടിയിലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കൈയൊക്കെ കൊടുത്തിട്ട് അമ്മ. അതുപോലെ അതിന്റെ ബ്ലാക്കും ഒരു അടിപൊളി കളർ വെച്ചാല് ഒരു അടിപൊളിയാണ്. ബ്ലാക്കിന് ബ്ലാക്ക് ഇതൊക്കെ വന്നപ്പോ ബ്ലാക്കിന് വൈറ്റ് ഇറങ്ങിയിരുന്നില്ലേ. അത് ബ്ലാക്കിന് എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ
കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കഴുത്ത് കൂടെ ഇങ്ങനെ ഇതാകുമ്പോഴോ എനിക്കൊരു പൊറുതിയോട് വരും. പിന്നെ കഴുത്ത് ഇങ്ങനെ ഫ്രീ ആയി കിടക്കണം, കണ്ടല്ലേ. അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ. ഇത് സൈസ് വന്നിട്ട് 56 കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് സൈസും കൂടി പറയാം. പിന്നെ ഇത് തീരെ തടിയില്ലാത്ത ആൾക്കാർ എടുക്കരുത് കേട്ടോ. ഇത് നിങ്ങൾക്ക് പറ്റിയതല്ല. നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ വേറെ ചെയ്തു തരുന്നുണ്ട്. ജംബോ സൈസിൽ കിട്ടാത്തതുകൊണ്ട് ചെയ്തതാണ്. ഇത് 60 കേട്ടോ. ഇതും അത്യാവശ്യം നല്ല ഒരു സൂപ്പർ കളറാണ് കേട്ടോ. അപ്പോൾ ഇത് 56 കേട്ടോ. ഇത് മാത്രമേ 56 ഉള്ളൂ ഇതില്, കണ്ടില്ലേ. ഞാൻ ഇത് എന്താ ചെയ്യാ, ഇങ്ങനെ തുണി വന്നപ്പോൾ ഇത് എന്താ ചെയ്യാ, രസം ഉണ്ടാവോ എന്നിങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇട്ടപ്പോഴില്ലേ, ഇട്ടപ്പോൾ മനസ്സിലായി ഇതിന്റെ രസം എന്താന്നുള്ളത്. ഇത് 60, ഇത് കാണിച്ചിക്കണം. ഇത് കുറേ പീസ് ഉണ്ട് തോന്നുന്നു. ഇത് 60 കേട്ടോ. ഇത് 60. ഇത് 60. കാണുക, ഇത് 60. 60 ജംബോ ആണ്, 52 ജംബോ ആണ്, 56 ജംബോ ആണ്, ഒക്കെ ജംബോ സൈസ് ആണ്. അപ്പൊ ഇത് 60 കേട്ടോ. 60 ഇത് വരുന്നത്. ഞാനൊരു ഓർഡർ പോലും എടുക്കാതിരുന്നിട്ടില്ല. അപ്പൊ അടുത്തത് 60 ഇതാട്ടോ. ഇത് 60 ഈ സാധനം 56 ഉണ്ട് ഒരു പീസ്, 60 ഒരു പീസ് ഉണ്ട് കേട്ടോ. ഇതാകണോ. അപ്പൊ എല്ലാവർക്കും ഇനിയിപ്പോ ഒരു കളറാണ് പറ്റി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കളറിന് മാത്രമേ ഡിമാൻഡ് ഉണ്ടാകുള്ളൂ. ഇത് 60. ഇതൊക്കെ സൂപ്പറാണ് മക്കളെ, സൂപ്പറാണ്. 60. അപ്പൊ 2 കണ്ടു വന്നോളൂ ഉണ്ടോ. എന്താ വെച്ചെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒന്ന് എടുക്കാലോ വിചാരിച്ചിട്ട് ഒന്ന്. ഇത് 60. ഇത് അളവ് തെറ്റി അടിച്ചിക്കണം. ആകെ എത്ര വലിപ്പുള്ളൂ. കഫ്താൻ ടോപ്പ് ആക്കിയിട്ട് മുട്ട് വരെ വരുന്നുള്ളൂ. എന്നാൽ ഓരോ ഇതിൻ്റെ അടിയിൽ കൊടുന്ന് വെച്ചിട്ട് ഇന്നെ ഇതാ പറയിപ്പിച്ചാൻ വേണ്ടിയിട്ട് ഞാനത് നീർത്തി വെക്കിയോണ്ട് നന്നായി. ഇത് 60. നമ്മൾ നേരത്തെ കണ്ടില്ല ബട്ടർഫ്ലൈൻ്റെ ലുക്ക് മാറിയാണ്. ഇനി ലാസ്റ്റ് ഒരു 54. ഇത് 54. ഞാൻ പറയുമ്പോൾ നിങ്ങൾ എടുക്കണ്ട, ഇത് ഞാൻ എടുത്തോണ്ട്. അപ്പോൾ ഇത്രയും കളറാണ്. അപ്പോൾ ആരോട് ദേഷ്യം ഉണ്ടായിട്ടില്ല. ഞാൻ ഫസ്റ്റത്തെ കാര്യം പറഞ്ഞത് ഇതിൻ്റെ ഒരുപാട് പൈസ അങ്ങനെ പോയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ആര് എവിടുന്ന് സാധനം എടുത്താലും ഞാൻ പറഞ്ഞില്ല, ഒരു കുഴപ്പമില്ല. നമുക്ക് കടക്കാർ നമുക്ക് സ്ഥിരമായിട്ട് തന്നിരുന്നവരൊക്കെ നമുക്ക് റേറ്റ് കമ്മിയാക്കിയിട്ടൊന്നും തരുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ലാഭം കുറച്ചിട്ട് സെയിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതാക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.